പാലാ ബ്രില്യൻ സ്റ്റഡീസ് സെൻറ്ററിൻ്റെ IIT എയിംസ് 2-year ഇൻ്റഗ്രേറ്റഡ് ബാച്ചുകളിലേക്കുള്ള സ്ക്രീനിങ് ടെസ്റ്റിലേക്ക് എങ്ങനെ ഏറ്റവും അനായാസം രജിസ്റ്റർ ചെയ്യാമെന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ നമ്മുടെ ഒരു ബ്രൗസർ ഓൺ ആക്കിയതിന് ശേഷം അവിടെ ബ്രില്യൻ പാല അല്ലെങ്കിൽ brilliantpala.org എന്ന നമ്മുടെ സൈറ്റിൻ്റെ പേര് അടിച്ചു കൊടുക്കുക. സോ ബ്രില്യൻ പാല നമ്മൾ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്തപ്പോൾ ആദ്യം വരുന്നത് തന്നെ നമ്മുടെ ബ്രില്യൻ പാലയുടെ വെബ്സൈറ്റ് ലിങ്ക് ആണ്. ആ ലിങ്കിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. സോ ഗൈസ്, ഇതാണ് നമ്മുടെ ഹോം പേജ് എന്ന് പറയുന്നത്. ഇതിലിങ്ങനെ സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് പ്രോഗ്രാംസിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെയുണ്ട്. റിപ്പീറ്റേഴ്സ്, സ്ക്രീനിങ് ടെസ്റ്റ്, ലോങ് ടേം ബ്രില്യൻ ടെസ്റ്റ് സീരീസ്, ട്യൂഷൻ പ്രോഗ്രാം, ഫൗണ്ടേഷൻ പ്രോഗ്രാം, അങ്ങനെ നിരവധി കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേണ്ടതായി കാണുന്ന സ്ക്രീനിങ് ടെസ്റ്റിലേക്ക് എങ്ങനെ ഏറ്റവും അനായാസം രജിസ്റ്റർ ചെയ്യാന്നുള്ളതാണ്. സോ ഈ സ്ക്രീനിങ് ടെസ്റ്റിൻ്റെ ഓപ്ഷൻ നമുക്ക് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ വീണ്ടും അടുത്തൊരു പേജിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ ബ്രില്യൻ സ്റ്റഡീസ് സെൻ്റർ പ്രൊവൈഡ് ചെയ്യുന്ന വിവിധ സ്ക്രീനിങ് ടെസ്റ്റുകളെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ IIT എയിംസിൻ്റെ സ്ക്രീനിങ് ടെസ്റ്റ് ഉണ്ട്, അതുപോലെ ഫൗണ്ടേഷൻ ആൻഡ് ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമിൻ്റെ സ്ക്രീനിങ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് വേണ്ടത് ഈ കാണുന്ന IIT എയിംസ് 2020 പ്രോഗ്രാമിലേക്കുള്ള സ്ക്രീൻ ടെസ്റ്റ് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. സോ ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. സോ ഇതാണ് നമ്മുടെ IIT എയിംസ് 2028 ബാച്ചിലേക്കുള്ള സ്ക്രീൻ ടെസ്റ്റിൻ്റെ ഒരു എക്സ്ക്ലൂസീവ് പേജ് എന്ന് പറയുന്നത്. ഈ ഒരു നിങ്ങളുടെ സ്ക്രീനിൻ്റെ റൈറ്റ് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ രജിസ്റ്റർ, റിക്വസ്റ്റ് എ കോൾ ബാക്ക്, അതുപോലെ ബ്രൗഷർ, എല്ലാവിധ കാര്യങ്ങളുണ്ട്. ഈ ഒരു ബ്രൗഷറിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഈ കോഴ്സിനെ പറ്റിയുള്ള A to Z കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും. നമുക്കിപ്പോൾ വേണ്ടത് എങ്ങനെ രജിസ്റ്റർ ചെയ്യാമെന്നുള്ളതാണ്. അതിന് ആദ്യത്തെ ഓപ്ഷനിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്, രജിസ്റ്റർ എന്ന ഓപ്ഷൻ. ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു വിൻഡോയിലേക്ക് വന്നിരിക്കുകയാണ്. നിങ്ങൾ ഓൾറെഡി നമ്മുടെ ബ്രില്യൻ സ്റ്റഡീസ് സെൻറ്ററിൻ്റെ ഭാഗമായി മറ്റേതെങ്കിലും ഒരു കോഴ്സിൽ നിങ്ങൾ ഓൾറെഡി ജോയിൻ ആയിരുന്നുവെങ്കിൽ നിങ്ങൾക്കൊരു സ്റ്റുഡൻറ്റ് ID കാണും. ആ സ്റ്റുഡൻറ്റ് ID ഉപയോഗിച്ച് നിങ്ങളുടെ പാസ്വേഡും ഇവിടെ ടൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് നമ്മുടെ സൈറ്റിലേക്ക് നേരിട്ട് ലോഗിൻ ചെയ്യാവുന്നതാണ്. ബട്ട് ഇൻ കേസ് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ സൈറ്റിലേക്ക് വരുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ താഴേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ സൈൻ അപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. സോ സൈൻ അപ്പ് എന്ന് പറഞ്ഞ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നതായി ഇങ്ങനെ ഒരു പേജിലേക്കാണ്. ഇവിടെ നമ്മുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു പേജിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ആദ്യമേ തന്നെ നിങ്ങളുടെ പേര്, നിങ്ങളുടെ ഫോൺ നമ്പർ, നിങ്ങളുടെ ഇമെയിൽ, പാസ്വേഡ്, ആ പാസ്വേഡ് ഒന്നും കൂടെ ടൈപ്പ് ചെയ്യുക. ശേഷം ഈ ഒരു സ്ക്വയർ ബോക്സിൽ ടിക്ക് ചെയ്ത് ഇവിടെ ക്രിയേറ്റ് അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് ഫില്ല് ചെയ്തിട്ട് വരാം. സോ ഈ ഒരു പേജിൽ ഫില്ല് ചെയ്യേണ്ട ഡീറ്റെയിൽസ് എല്ലാം തന്നെ നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫില്ല് ചെയ്തതിന് ശേഷം ഈ ഒരു ക്രിയേറ്റ് അക്കൗണ്ട് എന്നൊരു ഓപ്ഷനാണ് നമുക്കിനി ക്ലിക്ക് ചെയ്യാനുള്ളത്. സോ ക്രിയേറ്റ് അക്കൗണ്ട് എന്ന ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പേജിലേക്കാണ് നമ്മൾ വരുന്നത്. ഇവിടെ നമുക്ക് ഫില്ല് ചെയ്യാനുള്ളത് ഒരു OTP ആണ്. ആ OTP നിങ്ങൾ നേരത്തെ ഇവിടെ നമ്മുടെ നേരത്തെ പേജിൽ ഫില്ല് ചെയ്ത ആ ഒരു ഫോൺ നമ്പറിലേക്ക് ബ്രില്യൻ സ്റ്റഡീസ് സെൻറ്റർ അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു OTPയും കൂടെ ഈ ഒരു പേജിലേക്ക് ഫില്ല് ചെയ്യാം. സോ ആ ഒരു OTP ഒക്കെ എൻ്റർ ചെയ്തതിന് ശേഷം നമ്മളിവിടെ ഇങ്ങനെ ഒരു വിൻഡോയിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ക്വാളിഫിക്കേഷൻ അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ സെലക്ട് ക്ലാസ് സ്റ്റഡിങ് എന്ന് പറഞ്ഞൊരു ബോക്സ് നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. അതിൽ ക്ലിക്ക് ചെയ്താൽ 5ാം ക്ലാസ് മുതൽ +2 അതുപോലെ തന്നെ +2 പാസ് ആയവർക്ക് വരെയുള്ള ഓപ്ഷൻസ് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ +1 +2 പഠനത്തോടൊപ്പം നിങ്ങൾക്ക് എൻട്രൻസ് കോച്ചിങ് ലഭ്യമാകുന്ന ഒരു പ്രോഗ്രാമാണ് നമ്മുടെ ഈ പറഞ്ഞ +1 +2 അല്ലെങ്കിൽ 2-year ഇൻ്റഗ്രേറ്റഡ് IIT എയിംസ് ബാച്ച് എന്ന് പറയുന്നത്. സോ സ്ക്രീനിങ് ടെസ്റ്റിനായിട്ട് അപ്ലൈ ചെയ്യേണ്ടത് 2025 10ാം ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളാണ്. സോ ഇവിടെ സ്റ്റഡിയിങ് ഇൻ ക്ലാസ് 10 എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്ക് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ക്ലാസ് സ്റ്റഡിയിങ് ഇൻ ക്ലാസ് 10 എന്ന് പറയുന്ന ഓപ്ഷൻ അവിടെ കയറി വന്നിട്ടുണ്ട്. എന്നിട്ട് സേവ് ഓപ്ഷൻ കൊടുക്കുക. സേവ് ഓപ്ഷൻ കൊടുക്കുമ്പോൾ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് എത്രയെല്ലാം അല്ലെങ്കിൽ ഏതെല്ലാം കോഴ്സുകളാണോ ബ്രില്യൻ സ്റ്റഡീസ് സെൻറ്റർ നിങ്ങൾക്കായി ഓഫർ ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് ഇവിടെ ഫൗണ്ടേഷൻ കോഴ്സ് ഉണ്ട്, ട്യൂഷൻ പ്രോഗ്രാം ഉണ്ട്, IIT എയിംസ് സ്ക്രീനിങ് ടെസ്റ്റ് ഉണ്ട്, അതുപോലെ മറ്റ് പല പ്രോഗ്രാമുകളും ഉണ്ട്. നമ്മൾക്ക് ആവശ്യമുള്ളത് ഈ റൈറ്റ് സൈഡിൽ കാണുന്ന IIT എയിംസ് 2028 സ്ക്രീനിങ് കം സ്കോളർഷിപ്പ് ടെസ്റ്റ് എന്ന് പറഞ്ഞ ഈ ഒരു സെക്ഷനാണ്, അല്ലെങ്കിൽ ഈ ഒരു ലിങ്കാണ്. നമുക്കത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ സ്ക്രീനിങ് ടെസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്തപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് മറ്റൊരു പേജിലേക്കാണ്. അവിടെ നമുക്ക് കാണാം സ്ക്രീനിങ് ടെസ്റ്റ് ദുബായിലുള്ള സ്ക്രീനിങ് ടെസ്റ്റ് ഉണ്ട്, അതുപോലെ ഖത്തറിൽ നമുക്ക് സ്ക്രീനിങ് ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തേക്കൊക്കെ അപ്ലൈ ചെയ്യേണ്ട വിധം സെയിം തന്നെയാണ്. അപ്പോൾ നമുക്കിതിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. ഞാനിവിടെ ഫസ്റ്റ് ഓപ്ഷനാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്ലൈ എന്ന് കിടപ്പുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. യെസ്, അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ പീരീഡ് അതുപോലെ ടെസ്റ്റ് ഡേറ്റ് ഒക്കെ കാണാം. ഒക്ടോബർ 5ാം തീയതിയാണ് നമ്മുടെ ടെസ്റ്റിൻ്റെ ദിവസം. സോ ആ റൈറ്റ് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ അവിടെ ഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആദ്യമേ തന്നെ സെലക്ട് ദ സിറ്റി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ആലപ്പുഴ, ബാംഗ്ലൂർ, എറണാകുളം, അങ്ങനെ ട്രിവാൻഡ്രം, നിരവധി സ്ഥലങ്ങളുടെ പേര് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ എൻ്റെ ഒരു കൺവീനിയൻസിന് വേണ്ടി ഞാൻ ജസ്റ്റ് കാസർഗോഡ് എന്ന് പറഞ്ഞ
ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യുന്നത്. ആൻഡ് സെലക്ട് സെൻറ്റർ എന്ന് കൊടുക്കുക. അപ്പോൾ കാസർഗോഡ് കാഞ്ഞങ്ങാട് എന്ന് പറഞ്ഞ സെൻറ്ററാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി കാസർഗോഡ് മാറ്റി ഇടുക്കി കൊടുക്കുകയാണെങ്കിൽ ഇടുക്കിയിൽ കട്ടപ്പനയാണ് സെൻറ്റർ വരുന്നത്. എഗെയിൻ കോട്ടയം കൊടുക്കുകയാണെങ്കിൽ കോട്ടയത്ത് ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, കോട്ടയം, മാന്നാനം, പാല, ഇത്രയധികം സെൻറ്ററുകളുണ്ട്. ഓക്കെ, ഞാൻ കാഞ്ഞിരപ്പള്ളിയാണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. ശേഷം റിക്വസ്റ്റ് ഫോർ രജിസ്ട്രേഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യാം. സോ റിക്വസ്റ്റ് ഫോർ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തപ്പോൾ ഇങ്ങനൊരു പേജിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇവിടെ കാണാം സ്റ്റാറ്റസ് അപ്രൂവ്ഡ് എന്ന് കാണിച്ചിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ആ ഒരു റിക്വസ്റ്റ് ഫോർ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ ഈ സ്റ്റാറ്റസ് അപ്രൂവ്ഡ് എന്ന് കാണിക്കണമെന്നില്ല. കാരണം അത് ഞങ്ങളുടെ IT ടീം അത് വെരിഫൈ ഒക്കെ ചെയ്ത് ചിലപ്പോൾ ഇച്ചിരി താമസം എടുത്തേക്കാം. പക്ഷേ ഒട്ടും വൈകാതെ തന്നെ നിങ്ങൾക്ക് ആ ഒരു സ്റ്റാറ്റസ് അപ്രൂവ്ഡ് ആയിട്ട് തന്നെ കാണുന്നതായിരിക്കും. അപ്രൂവ്ഡ് ആയി എന്നതിന് ശേഷം ഇവിടെ പേയ്മെൻറ്റ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ആ പേയ്മെൻറ്റ്സ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മളോട് പറയുന്നത് അപ്ഡേറ്റ് യുവർ പ്രൊഫൈൽ ആൻഡ് റെമിറ്റ് ദ ഫീ എന്നാണ്. അപ്പോൾ നമ്മുടെ പ്രൊഫൈൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനുണ്ട്. ശേഷമായിരിക്കും നമ്മൾ പേയ്മെൻറ്റിലേക്ക് പോകുന്നത്. സോ നമുക്ക് നമ്മുടെ പ്രൊഫൈൽ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം. യെസ്, അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്യാനുള്ള പേജ്. അത് ഇവിടെ കാണുന്ന പോലെ 0% ആണ് നമ്മുടെ പ്രൊഫൈൽ ഇപ്പോൾ, കാരണം നമ്മളൊന്നും തന്നെ ഫില്ല് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഇവിടെ ഫില്ല് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് എന്ന് നോക്കാം. ആദ്യമേ തന്നെ നമ്മുടെ പേര്, നമ്മുടെ ജെൻഡർ, ഡേറ്റ് ഓഫ് ബർത്ത്, കാറ്റഗറി, ഫാദേഴ്സ് നെയിം, ഫാദേഴ്സ് ഓക്യുപ്പേഷൻ, മദേഴ്സ് നെയിം, മദേഴ്സ് ഓക്യുപ്പേഷൻ, ഫാദേഴ്സ് ഫോൺ നമ്പർ, മദേഴ്സ് ഫോൺ നമ്പർ, നമ്മൾ അവസാനമായി പഠിച്ച സ്കൂളിൻ്റെ അല്ലെങ്കിൽ ഇപ്പോൾ പഠിക്കുന്ന സ്കൂളിൻ്റെ പേര്, അതുപോലെ കമ്മ്യൂണിക്കേഷനായിട്ടുള്ളൊരു ഇമെയിൽ, അതുപോലെ നിങ്ങളുടെ വീടിൻ്റെ പേര്, നിങ്ങളുടെ പ്ലേസ് അല്ലെങ്കിൽ സ്ട്രീറ്റ്, നിങ്ങളുടെ പോസ്റ്റ് ഓഫീസ്, ജില്ല, സംസ്ഥാനം, നിങ്ങളുടെ പിൻകോഡ്, അതുപോലെ രാജ്യം. ഇത്രയും ഡീറ്റെയിൽസ് നമുക്കൊന്ന് ഫില്ല് ചെയ്തേക്കാം. അപ്പോൾ ഫില്ല് ചെയ്യേണ്ട ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്തെന്ന് വെച്ചാൽ ഈ മെയിലിലേക്ക് പോവുകയാണ് എങ്കിൽ ഇവിടെ നമ്മുടെ പ്രൊഫൈൽ ഫോട്ടോ അപ്ലോഡ് ചെയ്യണം. ഈ പ്രൊഫൈൽ ഫോട്ടോ എന്ന് പറയുമ്പോൾ മാക്സിമം കാൻഡിഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ സെൽഫി പിക്സ് ഒക്കെ ഒഴിവാക്കി ഒരു എന്താ പറയുക, ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട്, നമ്മുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ പോലത്തെ അങ്ങനത്തെ ഒരു പിക്കാണ് നമ്മളിവിടെ എൻ്റർ ചെയ്യേണ്ടത്. സോ നമുക്കതൊന്ന് എൻ്റർ ചെയ്യാം. ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മുടെ അപ്ലോഡ് ചെയ്യേണ്ട ഫോട്ടോയുടെ ഡീറ്റെയിൽസ് ആണ്. ഫോട്ടോ എങ്ങനെയായിരിക്കണം, ഫോട്ടോയുടെ സൈസ്, കാര്യങ്ങൾ അതൊക്കെ ഡിസ്ക്രൈബ് ചെയ്യേണ്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അതെല്ലാം വായിക്കുക. ശേഷം എഗ്രി കൊടുക്കുക. എന്നിട്ട് ഇവിടെ അപ്ലോഡ് ഇമേജ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. സോ യെസ്, നമ്മുടെ പ്രൊഫൈൽ പിക്ചർ അവിടെ അപ്ലോഡ് ആയിട്ടുണ്ട്. സോ അപ്ലോഡ് ആയതിനു ശേഷം നമ്മുടെ പേജിൻ്റെ റൈറ്റ് സൈഡിലേക്ക് താഴേക്ക് വരികയാണെങ്കിൽ ഫിനിഷ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. ആൻഡ് യെസ്, ആസ് യു ക്യാൻ സി പ്രൊഫൈൽ ഡീറ്റെയിൽസ് ആർ അപ്ഡേറ്റഡ് സക്സസ്ഫുള്ളി എന്നുള്ളത് ഈ കാണുന്ന പോലെ നമ്മുടെ പ്രൊഫൈൽ പിക്ചർ അവിടെ അപ്ലോഡ് ആയിട്ടുണ്ട്. സോ അപ്ലോഡ് ആയതിനു ശേഷം നമുക്കിനി ചെയ്യാനുള്ളത് നമ്മുടെ ഫീ അടയ്ക്കുക എന്നുള്ളതാണ്. ഫീ അടയ്ക്കുന്നതിനായിട്ട് 1, 2, 3, 4, 5 ഈ 5ാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അവിടെ ഫീ റെമിറ്റൻസ് എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു ഓപ്ഷൻ തന്നെയാണത്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാം പേയ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞ് വന്നിട്ടുണ്ട്. സ്ക്രീനിങ് ടെസ്റ്റ് കം സ്കോളർഷിപ്പ് ടെസ്റ്റ്. നിങ്ങളുടെ ഫീസ് എന്ന് പറയുന്നത് 599 റുപ്പീസാണ്. അപ്പോൾ അവിടെ പേയ്മെൻറ്റ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾ റൈറ്റ് സൈഡിൽ കാണാം. ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തപ്പോൾ തന്നെ നമ്മൾ മറ്റൊരു പേജിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ കോഴ്സിൻ്റെ പേര്, സിറ്റി നെയിം, സെൻറ്റർ നെയിം ഒക്കെ ഒന്നുകൂടെ നമ്മളെ കാണിച്ചിട്ടുണ്ടൊക്കെ. അതൊക്കെ നിങ്ങൾ എൻ്റർ ചെയ്ത് തന്നെയാണ് എന്ന് ഉറപ്പ് വരുത്തുക. എന്നിട്ട് ഇവിടെ മേക്ക് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ പേയ്മെൻറ്റ് ഓപ്ഷനായിട്ട് ഓൺലൈൻ മെത്തേഡാണുള്ളത്. നമുക്കറിയാം നമ്മളിപ്പോൾ എല്ലാവരും ഓൺലൈൻ മോഡ്സിലാണ് പേയ്മെൻറ്റ്സ് എല്ലാം നടത്തുന്നത്. സോ ആ ഒരു പേ ഓൺലൈൻ എന്ന് പറഞ്ഞ ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് പേ നൗ എന്ന് കൊടുക്കുക. സോ മേക്ക് പേയ്മെൻറ്റ് എന്ന ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാം 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ റേസർ പേ അല്ലെങ്കിൽ ഈസി ബസ് എന്നുള്ളത്. നമ്മൾ നമ്മുടെ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്ന എല്ലാത്തരം പേയ്മെൻറ്റ്സ്, ഇപ്പോൾ ഗൂഗിൾ പേ ആയിക്കോട്ടെ, ഫോൺ പേ ആയിക്കോട്ടെ, നെറ്റ് ബാങ്കിങ്, ക്രെഡിറ്റ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചുള്ള പേയ്മെൻറ്റ് എല്ലാം നമുക്കിവിടെ പോസിബിൾ ആണ്. സോ നിങ്ങളുടെ കൺവീനിയൻസിനനുസരിച്ച് ഏതാണെന്നുള്ളത് നിങ്ങൾ ഇവിടെ സെലക്ട് ചെയ്യുക. എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കുക. സോ നമ്മുടെ പേയ്മെൻറ്റിൻ്റെ ആ ഒരു വിൻഡോയിലേക്കാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേയ്മെൻറ്റിൻ്റെ കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്യേണ്ടതാണ്. പേയ്മെൻറ്റ് അടച്ചാൽ ഉടൻ തന്നെ നിങ്ങൾക്ക് മെസ്സേജ് വരും നിങ്ങൾ നമ്മുടെ സ്ക്രീൻ ടെസ്റ്റിലേക്ക് അപ്ലൈ ചെയ്തു എന്നുള്ളത്. സോ ഇത്രയാണ് നമ്മുടെ സ്ക്രീൻ ടെസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള സ്റ്റെപ്സ് എന്ന് പറയുന്നത്. ഒന്നുകൂടെ ഓർമ്മിപ്പിക്കട്ടെ, ഒക്ടോബർ 5-നാണ് സ്ക്രീൻ ടെസ്റ്റിൻ്റെ തീയതി. സോ സ്ക്രീൻ ടെസ്റ്റ് എഴുതാൻ പോകുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഓൾ ദി ബെസ്റ്റ്.